നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന ചാപ്റ്ററാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. മാക് അഡ്രസ്. മാക് അഡ്രസ് മീൻസ് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്. മീഡിയ ആക്സസ് കൺട്രോൾ. Media access control address. It is used to identify the NIC in the machine. Network interface കാർഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് മാക് അഡ്രസ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ NIC മാനുഫാക്ചർ. ആരാണോ NIC മാനുഫാക്ചർ ചെയ്തേക്കുന്നത് അയാൾ കൊടുക്കുന്ന ഒരു അഡ്രസ്സാണ് എന്ത് മാക് അഡ്രസ്. അപ്പം it is an unique address. It is an unique address that identifies the NIC. NIC means network interface card that identifies the NIC in the machine. Machine means computer. In the computer, and it is given by the manufacturer. NIC manufacturer. ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള NIC ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ യുണീക്ക് അഡ്രസ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ മാനുഫാക്ചർ. ആരാണോ NIC ക്രിയേറ്റ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് അയാൾ കൊടുക്കുന്ന ഒരു അഡ്രസ് ആയിരിക്കും മാക് അഡ്രസ്. ഓക്കെ. ഇറ്റ് ഈസ് എ പെർമനന്റ് അഡ്രസ്. ഇറ്റ് നെവർ ചേഞ്ചസ്. ഇറ്റ് ഈസ് എ പെർമനന്റ് അഡ്രസ്. Permanent address. It is permanent. Second point. It is a 12-digit hexadecimal or 48 digits bit binary number ആയിരിക്കും. ഒന്നെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു 48 ബിറ്റ് ബൈനറി നമ്പറായിട്ട് ആയിരിക്കും. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 12-digit hexadecimal. Or 48-bit ബൈനറി നമ്പർ. 12-digit ഹെക്സാഡെസിമൽ ആയിരിക്കാം, അല്ലെങ്കിൽ 48 ബിറ്റിൻ്റെ ബൈനറി നമ്പർ ആയിരിക്കാം. ഓക്കെ. ഇതിൻ്റെ ജനറൽ ഫോം, ആ അഡ്രസ്സിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MM SS ഇതാണ് അതിൻ്റെ ജനറൽ ഫോർമാറ്റ്. മൂന്ന് M പാർട്ട്, അതുപോലെ 3 S പാർട്ട്. ഓക്കെ. ഫസ്റ്റ് ഹാഫ് 3. ഇതാണ് ഫസ്റ്റ് ഹാഫ്. ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് is the ID number of manufacturer.
അഡാപ്റ്റർ ഉണ്ടാക്കിയ മാനുഫാക്ചറിൻ്റെ ID നമ്പർ ആയിരിക്കും ഇത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സീരിയൽ നമ്പർ ഓഫ് ദി NIC. നമ്മൾ സീരിയൽ നമ്പർ അസൈൻ ചെയ്യും ആ NICക്ക്. ആ സീരിയൽ നമ്പറാണ് സെക്കൻഡ് പാർട്ട്. ഇറ്റ്സ് എ സീരിയൽ നമ്പർ ഓഫ് ദി അഡാപ്റ്റർ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 00 A0 C9 14 C8 35 ഇറ്റ്സ് എ മാക് അഡ്രസ്. ഈ ഫസ്റ്റ് പാർട്ട് പറയുന്നത് ഇത് അതിൻ്റെ മാനുഫാക്ചറിൻ്റെ നെയിം ആയിരിക്കും. അതൊരു ഇൻ ദിസ് കേസ് ആ മാനുഫാക്ചർ ഇൻറ്റലാണ് ആ NIC ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് is the serial number given to the NIC by the manufacturer. രണ്ടാമത്തത് അതിൻ്റെ സീരിയൽ നമ്പർ. ഓക്കെ, ഇതാണ് MAC അഡ്രസ് എന്ന് പറയുന്നത്. അപ്പം MAC അഡ്രസ് മീൻസ് മീഡിയ ആക്സസ് കൺട്രോൾ ആണ്. ഇറ്റ് ഈസ് ഗിവൺ ടു ഐഡൻറ്റിഫൈ ദ NIC ഇൻ ദ കമ്പ്യൂട്ടർ മെഷീൻ. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ മാനുഫാക്ചറർ. ആരാണോ ആ NIC ക്രിയേറ്റ് ചെയ്ത് അയാളാണ് ആ MAC അഡ്രസ്സ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് അഡ്രസ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ അല്ലെങ്കിൽ 48 ബിറ്റ് ബൈനറി നമ്പർ ആയിട്ടായിരിക്കും MAC അഡ്രസ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SS. ഫസ്റ്റ് ഹാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ID ഓഫ് ദി മാനുഫാക്ചർ ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ദ സീരിയൽ നമ്പർ ഓഫ് ദി NIC. അഡാപ്റ്റർ മീൻസ് NIC. ഇതാണ് MAC അഡ്രസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇനി പറയുന്നത് IP അഡ്രസ്. IP address. IP means Internet Protocol. It is a 4-part numeric address. It is a 4-part numeric address that identifies each node in the computer network. It is a unique 4-part numeric address. That identifies each node in the network. Okay, ഒരു 4 പാർട്ടുള്ള ഒരു ന്യൂമറിക് അഡ്രസ് ആയിരിക്കും. എന്തിനു യൂസ് ചെയ്യുന്നു? ഒരു നെറ്റ്വർക്കിനകത്തുള്ള നോഡ്സ് അല്ലെങ്കിൽ ഡിവൈസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ദ IP അഡ്രസ് ഈസ് ഗിവൺ ബൈ ദ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. ഒന്നെങ്കിൽ ആരാണോ ആ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നത് അയാളാണ് അതിന് IP കൊടുക്കുന്നത്. ഓർ ദി ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇൻ്റർനെറ്റിലാണ് നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നതെങ്കിൽ
അതിൻ്റെ IP പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടർ എയർടെൽ കണക്ഷനാണ്. അപ്പം ഞാൻ എയർടെൽ കണക്ഷൻ എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കുള്ള IP ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? എയർടെല്ലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഞാനാണ് ഒരു നെറ്റ്വർക്ക്, എൻ്റെ സ്കൂളിൽ ഒരു ലാബ് ഞാൻ ആ നെറ്റ്വർക്ക് ചെയ്യുന്നെങ്കിൽ ആ നെറ്റ്വർക്കിനകത്തുള്ള കമ്പ്യൂട്ടറിൻ്റെ IP സെറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും. ഓക്കെ, അതാണ് ഈ പറയുന്ന പോയിന്റ്. അപ്പം IP അഡ്രസ് ഈസ് അസൈൻഡ് by the network administrator. By the network administrator or the internet ISP, internet service provider. Internet service provider. ഞാൻ എൻ്റെ നെറ്റ്വർക്ക്, എൻ്റെ കമ്പ്യൂട്ടർ എയർടെലിൻ്റെ കമ്പ്യൂട്ടറായിട്ട് എയർടെലിൻ്റെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ എയർടെല്ലുകാരാണ് എനിക്ക് എൻ്റെ IP എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഞാനാണ് ഒരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ ഞാനാണ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ. ആ നെറ്റ്വർക്കിനകത്തുള്ള കമ്പ്യൂട്ടറിനെ IP കൊടുക്കുന്നത് ഞാനായിരിക്കും. അതാണ് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇറ്റ് ഈസ് IP address is a group of 4 bytes. Four bytes means 32 bits ആണ്, which can be numbered from 0 to 255. Which can be numbered from 0 to 255. 0 to 255. 3 പാർട്ട് ഉണ്ടായിരിക്കും. 4 പാർട്ട് ഉണ്ടായിരിക്കും IP അഡ്രസ്സിന്. അപ്പോൾ 4 bytes which can be numbered from 0 to 55. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുകയാണ്. 148. ഓരോ പാർട്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് ഡോട്ട്സ് വെച്ചാണ്. 148, 110 dot 121 dot 2 is an example of IP address. അപ്പോൾ ഓരോ പാർട്ടിൻ്റെയും വാല്യൂ എതുവരെ ചേഞ്ച് ചെയ്യാം? 0 to 255 വരെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ഇതാണ് എക്സാമ്പിൾ. ഓക്കെ, IP അഡ്രസ് 2 വേർഷൻസ് ഉണ്ട്. IPv4ഉം IPv6ഉം. IPv4ഉം IPv6ഉം. IPv4 എന്ന് പറയുന്ന ഇസ് 32 ബിറ്റ് ആണ്. IPv6 എന്ന് പറയുന്നത് 128 ബിറ്റ് ആണ്. ഇപ്പോഴത്തെ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ, നെറ്റ്വർക്ക് സെറ്റപ്പ് ആയിക്കോട്ടെ, ഇപ്പം ധാരാളം മൊബൈൽ ഫോൺസൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? മൊബൈൽ ഫോൺസ്, അഡീഷണൽ ടാബ്ലറ്റ്, ഇങ്ങനത്തെ ധാരാളം ഡിവൈസസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഡിവൈസസ് എല്ലാം തന്നെ നമുക്ക് ഈ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഈ പഴയ വെർഷനായ IPv4 വെച്ച് നമുക്ക് എല്ലാ ഡിവൈസിനും IP അസൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ലിമിറ്റഡ് IP അഡ്രസ് അസൈൻമെൻറ്റ് നടക്കത്തുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഡിവൈസസ് കണക്റ്റഡ് ടു ദി ഇൻ്റർനെറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഇപ്പം IPv6 ആണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം IPv4 നിന്ന് IPv6 നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് IP അഡ്രസ്സിനെ കുറിച്ച് പറയാൻ ഉള്ളത്. അതായത് IPv4 യൂസ് ചെയ്ത് എനിക്ക് 232 ഡിവൈസസ് കണക്ട് ചെയ്യാം. 232 ഡിവൈസ്
കണക്ട് ചെയ്യാം. എനിക്ക് IPv6 യൂസ് ചെയ്ത് എനിക്ക് 2⁻128 ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും. വളരെ പോയിന്റ് മനസ്സിലായോ? ഇത്രയാണ് IP അഡ്രസ്സിനെ കുറിച്ച് പറയുന്നത്. നിങ്ങളെ പറയാം, IP അഡ്രസ് യൂസ് ചെയ്യുന്നത് ടു ഐഡൻറ്റിഫൈ എ കമ്പ്യൂട്ടർ ഇൻ ദ നെറ്റ്വർക്ക്. ഇറ്റ് ഇസ് എ 4 പാർട്ട് ന്യൂമറിക് അഡ്രസ്സാണ്. 4 പാർട്ടുള്ള ഒരു ന്യൂമറിക് അഡ്രസ്സാണ്. ഈ IP സെറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ആ IP ആരാണ്, ആ നെറ്റ്വർക്ക് ആരാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അയാളായിരിക്കും. അതിനവരെയാണ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരാണോ ആ നെറ്റ്വർക്ക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അയാളായിരിക്കും ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. എന്നിട്ട് 4 പാർട്ടുള്ള ഒരു IP അഡ്രസ് ആയിരിക്കും. ഇറ്റ്സ് വാല്യൂ ചേഞ്ചസ് ഫ്രം 0 to 55. പ്രൈവറ്റ് IP, പബ്ലിക് IP, പ്രൊട്ടക്റ്റഡ് IP എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പഠിക്കും. അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസിന് വ്യത്യാസമുണ്ട്. ഈ പ്രൈവറ്റ് IPയും പബ്ലിക് IP എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തായാലും നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് ആ കാര്യം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടിൻ്റെ വാല്യൂ 0 to 55 വരെ ചേഞ്ച് ചെയ്ത് വരാം. 2 വേർഷൻസ് ഓഫ് IP ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് IPv4 ആണ് ഓഫ് 32 ബിറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് IPv6 ഓഫ് 128 ബിറ്റ്. IPv4 യൂസ് ചെയ്ത് എനിക്ക് 2⁻32 ഡിവൈസസ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. IPv6 യൂസ് ചെയ്ത് എനിക്ക് 2⁻128 ബിറ്റ്സ് 128 ഡിവൈസസ് എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഇതാണ് IP അഡ്രസ്. അടുത്ത ഇനി പറയുന്നത് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ടു ബി ഫോളോഡ് ഇൻ എ നെറ്റ്വർക്ക് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് followed the computer in a network to communicate with each other. The set of rules followed by the computers അല്ലെങ്കിൽ nodes അല്ലെങ്കിൽ devices followed by nodes in a network to communicate with each other. Is a set of rules followed by nodes in a network to communicate with each other. അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ധാരാളം നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് TCP/IP പ്രോട്ടോകോൾസ്. കുറച്ച് റൂൾസാണ്. പ്രോട്ടോകോൾസ് മീൻസ് റൂൾസ്. എങ്ങനെ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനെയാണ് നമ്മൾ ജനറലി പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് TCP/IP പ്രോട്ടോകോൾ. ഇതിൻ്റെ ഈ എല്ലാത്തിൻ്റെയും ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. TCP/IP പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾ ഫോക്കസ് പോയിന്റ് ഇത് പറയുന്നില്ല, പക്ഷേ ഇത് ചോദിക്കാം. ഫോക്കസ് പോയിന്റ് പറയുന്ന അത് മാത്രമേ ചോദിക്കാൻ. അതിൽ നിന്ന് വെളിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എന്താണത്, എന്തിന് യൂസ് ചെയ്യുന്നു, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ it defines rules for how electronic devices
ബ്രാക്കറ്റിനകത്ത് കമ്പ്യൂട്ടേഴ്സ് should be connected to the internet. Should be connected to the internet, and how data should be transmitted between them, and how data should be transmitted between them. How data should be transmitted between them. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോട്ടോക്കോളാണ് TCP/IP പ്രോട്ടോക്കോൾ. ഇറ്റ് മീൻസ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ / ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡിവൈസ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണം, അതുപോലെ ആ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് എങ്ങനെ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യണം. TCP/IP പ്രോട്ടോക്കോൾ അതിൻ്റെ ലെയേഴ്സ് ഹയർ സ്റ്റഡീസിനൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ലെയർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. TCP/IP പ്രോട്ടോക്കോളിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് അതിൻ്റെ ലെയറിൻ്റെ ആ പ്രോട്ടോക്കോളിൻ്റെ. അപ്പം എങ്ങനെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ ആ നെറ്റ്വർക്കിനകത്തുള്ള കമ്പ്യൂട്ടർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യണം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കും കുറച്ച് റൂൾസ്. അതിനെയാണ് നമ്മൾ TCP/IP പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ചിലപ്പം ചോദിക്കാം, ഫോക്കസ് പോയിൻറ്റിനകത്ത് വരുന്നില്ല എങ്കിൽ പോലും ഇത് ചോദിക്കാം. ഓക്കെ, അടുത്ത HTTP പ്രോട്ടോക്കോൾ. HTTP protocol. It stands for Hypertext Transfer Protocol. Hypertext Transfer Protocol. It is used for transferring. Transferring request from client side. And to receive response from the server side. സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇതും. പ്രോട്ടോകോൾ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ആണ്. എങ്ങനെ നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് കൊടുക്കുന്ന റിക്വസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് HTTP പ്രോട്ടോക്കോളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു ബ്രൗസർ യൂസ് ചെയ്ത് നമ്മൾ അടിക്കുകയാണ് www.google.com. അതാണ് ക്ലയൻറ്റ് സൈഡ് റിക്വസ്റ്റ്. ഞാൻ ഗൂഗിളിൻ്റെ വെബ് അഡ്രസ്സ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു google.com എന്ന്. അതാണ് ക്ലയൻറ്റ് സൈഡ് റിക്വസ്റ്റ്. ഗൂഗിളിൻ്റെ സെർവർ എനിക്ക് റെസ്പോൺസ് തരുന്നു. അതാണ് സെർവർ സൈഡ് റെസ്പോൺസ്. ഓക്കെ, ക്ലയൻറ്റ് സെർവറിലേക്ക് കൊടുക്കുന്നതാണ് റിക്വസ്റ്റ്. ക്ലയൻറ്റ് ഇപ്പം ഞാനാണ് ഗൂഗിളിൻ്റെ അഡ്രസ്സ് ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാനാണ് ക്ലയൻറ്റ്. ക്ലയൻറ്റ് കൊടുക്കുന്ന റിക്വസ്റ്റാണ് എനിക്ക് ഗൂഗിൾ എന്ന് പറയുന്ന വെബ് പേജ് വേണം. സെർവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ഇത് റിക്വസ്റ്റും ഇത് റെസ്പോൺസ്. റിക്വസ്റ്റ് ക്ലയൻറ്റ് കൊടുക്കുന്നത് റിക്വസ്റ്റ്, തിരിച്ച് നമുക്ക് തരുന്ന വെബ് പേജ് റെസ്പോൺസ്. ഓക്കെ,
അപ്പം ക്ലയൻറ്റും സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമുണ്ട്? HTTP പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്താണ് നമ്മൾ വെബ്സൈറ്റൊക്കെ ബ്രൗസ് ചെയ്യുന്നത്. അടുത്ത പറയുന്നത് FTP പ്രോട്ടോക്കോൾ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇറ്റ് ഈസ് യൂസ് ടു, പേരിൽ തന്നെയുണ്ട്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. It is used to exchange data and program files across a network. നമുക്ക് എന്തെങ്കിലും ഡേറ്റയോ പ്രോഗ്രാം ഫയൽസോ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ പറയുന്നത്, എന്ത് പറയുന്നത്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ protocol. It is used for exchanging of data and program files across a network. ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, അടുത്ത DNS. ഡൊമെയിൻ നെയിം സെർവർ. സെർവർ എന്നും പറയാം, സിസ്റ്റം എന്നും പറയാം. നമ്മൾ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ google.com നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ വെബ് അഡ്രസ്സാണ് കിട്ടുന്നത് അല്ലേ? പക്ഷേങ്കിൽ ആക്ച്വലി ഈ google.com എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻറ്റേർണലി ഈ വേർഡ് അതിൻ്റെ കറസ്പോണ്ടിങ് IP ആയിട്ടാണ് എടുക്കുന്നത്. ഈ എല്ലാ കമ്പ്യൂട്ടർ ഈ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സ് മേ ബി എ സെർവർ, ഒരു സെർവർ ആവാം. അപ്പോൾ ഗൂഗിളിൻ്റെ സെർവറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു IP അഡ്രസ്സാണ്. ഈ IP അഡ്രസ്സ് വെച്ചാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പക്ഷേങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു IP അഡ്രസ്സ് നമ്മൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചോളം IP അഡ്രസ്സ് മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. നമുക്കൊരു പേരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർത്തെടുക്കാൻ പറ്റും. പക്ഷേ ഒരു നമ്പറാണ്, 4 പാർട്ടുള്ളൊരു നമ്പറാണ് നമ്മൾ ഓർത്തെടുക്കാൻ നോക്കുന്നെങ്കിൽ അത് പ്രയാസമായിരിക്കും. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയാണ് വെബ് അഡ്രസ്സ് അവർ തരുന്നത്. ആക്ച്വലി നമ്മൾ google.com എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അഡ്രസ് ബാറിൽ ശ്രദ്ധിച്ചാൽ മതി, പിന്നെ google.com എന്ന് കാണത്തില്ല. പിന്നെ കാണുന്നത് അതിൻ്റെ കുറേ സിമ്പിൾസ് മാത്രമാണ്. that consists of the IP address of the Google server. ഓക്കെ, അപ്പോൾ ഈ ഡൊമൈൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ സെർവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ google.com എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആക്ച്വലി ഓടി അങ്ങ് ഗൂഗിളിൻ്റെ സെർവറിലോട്ടല്ല പോകുന്നത്. ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് ഒരു DNS സെർവർ കാണും. നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്മുടെ റിക്വസ്റ്റ് ആരാണോ നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ DNS സെർവറിൽ എത്തും. ഈ DNS സെർവറിനകത്ത് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് ഒരു ടേബിൾ ഉണ്ടാകും. ആ ടേബിളിനകത്ത് ഫോർ എക്സാമ്പിൾ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ കറസ്പോണ്ടിങ് ആ ഗൂഗിൾ സെർവറിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് കാണും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് 144.121.
211.1.11. ഇതാണ് അതിൻ്റെ IP അഡ്രസ്സ് എന്ന് വെച്ചോളൂ. ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ആ വെബ് അഡ്രസ്സ് ഗൂഗിളിൽ നിന്നുള്ള വെബ് അഡ്രസ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വയാ ത്രൂ ദിസ് IP അഡ്രസ്സ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഈ IP അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഗൂഗിളിൻ്റെ സെർവറിനെ ആക്സസ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഡൊമൈൻ നെയിം സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്ക് ഈ വെബ് അഡ്രസ്സ് എല്ലാ നെറ്റിനകത്തുള്ള വെബ്സൈറ്റ്സും വെബ് സെർവേഴ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് IP അഡ്രസ്സാണ്. ഏത് നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസസും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് IP അഡ്രസ്സാണ്. പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ കേസ് വരുമ്പോൾ അല്ലെങ്കിൽ ലാർജ് നെറ്റ്വർക്ക് കേസിൽ വരുമ്പോൾ നമുക്ക് ഈ സെർവേഴ്സിൻ്റെ IP അഡ്രസ്സ് ഓർത്തെടുക്കുക പ്രയാസമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഈ IP അഡ്രസ്സിനെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ വെബ് അഡ്രസ്സായിട്ടായിരിക്കും നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ google.com എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡയറക്റ്റ്ലി ഗൂഗിളിൻ്റെ സെർവറിലോട്ടല്ല പോകുന്നത്. നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ISPs ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് ഒരു DNS സെർവർ കാണും. ഈ DNS സെർവറിലേക്കാണ് നമ്മുടെ റിക്വസ്റ്റ് പോകുന്നത്. ഈ റിക്വസ്റ്റ് അവിടെ DNS സെർവറിൽ സിസ്റ്റത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ടേബിൾ കാണും. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദ കറസ്പോണ്ടിങ് IP അഡ്രസ് ഓഫ് ദി ഗൂഗിളിൻ്റെ IP അഡ്രസ്സിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് അവിടെ കാണും. ഈ IP അഡ്രസ്സ് വെച്ചാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം. അപ്പോൾ ഇറ്റ് റിട്ടേൺസ് ദ IP അഡ്രസ് ഓഫ് ദി ഡൊമൈൻ നെയിം. It returns the IP address of the domain. Domain name means web address. www.google.com എന്ന് പറയുന്നതാണ് ഡൊമൈൻ. ആ വെബ് അഡ്രസ്സിന് പറയുന്ന വേറൊരു പേരാണ് ഡൊമൈൻ. ഓക്കെ, ഇതാണ് DNS. ഇനി ലാസ്റ്റ് പോർഷനിലേക്ക് വരുവാണ് URL. URL means Uniform Resource Locator. Uniform Resource Locator. It is used to identify a network resources in internet. It is used to identify a network resources identify network resources in internet. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിനകത്ത് ധാരാളം കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ മൊബൈൽസും വേറെ ഡിവൈസസിലെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ URLൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ആ പർട്ടിക്കുലർ ഡിവൈസിനെ ആക്സസ് ചെയ്യുന്നത്. URL മീൻസ് സിമ്പിളായിട്ട് പറഞ്ഞ വെബ് അഡ്രസ്. URLൻ്റെ ഫുൾ ഫോമാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇത് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അടുത്ത പോയിന്റാണ്. It consists of letters, numbers and punctuations. Letters, punctuations. URLനകത്ത് ലെറ്റേഴ്സ് വരാം, നമ്പേഴ്സ് വരാം, പഞ്ച്വേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോഡ്സ്, ഡബിൾ കോഡ്സ്, അങ്ങനത്തെ സിമ്പിൾസ്, പെർസെൻറ്റേജ് സിമ്പിൾ, ഇതൊക്കെ അറിയാം. ഓക്കെ, അപ്പം URL എന്ന് പറഞ്ഞാൽ വെബ് അഡ്രസ്സാണ്. വേറെ പേരാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന റിസോഴ്സസ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടാണ് URL യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ്, പഞ്ച്വേറ്റേഴ്സ്.
URL 3 പാർട്ട് കാണും. ഞാനൊരു URL എഴുതാൻ പോവാണ്. http index.html. ഇതാണ് ഒരു URL. ഇത് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. ഒരു URL എടുത്തു കഴിഞ്ഞാൽ 3 പാർട്ട് കാണുമെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് പ്രോട്ടോകോൾ. സെക്കൻഡ് പാർട്ട് ഡൊമൈൻ. And third one is file name. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോവാണ് പ്രോട്ടോകോൾ. It enables the browser to know what protocol is used to access the information specified in the domain. നമ്മൾ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാനല്ല പോകുന്നത്. dhs.kerala.go.in എന്ന് പറയുന്ന പർട്ടിക്കുലർ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാണ്. ആ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യുന്നത് എന്ത് പ്രോട്ടോകോൾ ആണെന്ന് നമ്മൾ ബ്രൗസറിന് പറഞ്ഞു കൊടുക്കും. ഇൻ ദിസ് കേസ് HTTP പ്രോട്ടോകോളാണ്. ഓക്കെ, അത് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കും. ഇന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്ത് ആ പർട്ടിക്കുലർ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യുക. അതിനു വേണ്ടിയാണ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇറ്റ് എനേബിൾസ് ദ ബ്രൗസർ ടു നോ what protocol is used to access the website എന്നോ ഡൊമൈൻ എന്നോ എന്താ വേണേലും പറയാം. വെബ് അഡ്രസ് എന്നും പറയാം. ഡൊമൈൻ മീൻസ് വെബ് അഡ്രസ്. സെക്കൻഡ് വൺ ഈസ്, ഇവിടെ പ്രോട്ടോകോൾ ഏതാണ്? HTTP പ്രോട്ടോകോളാണ്. എന്ത് പ്രോട്ടോകോൾ യൂസ് ചെയ്ത് നിങ്ങൾ ആ പർട്ടിക്കുലർ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് ഡൊമൈൻ നെയിം. ഡൊമൈൻ നെയിംസ് എന്തിനാ യൂസ് ചെയ്യുന്നു കഴിഞ്ഞാൽ it identifies the URL of a particular web server. It is used in URL to identify. It is used in URL to identify the particular web server. It is used to identify particular web server. ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര്, ആ വെബ് സെർവറിൻ്റെ പേര് അല്ലെ വെബ്സൈറ്റിൻ്റെ പേര്. സെർവറിനകത്താണ് വെബ്സൈറ്റ് കിടക്കുന്നത്. ആ വെബ് പേജ് കിടക്കുന്നത് സെർവറിനകത്താണ്. പർട്ടിക്കുലർ വെബ് സെർവർ. തേർഡ് വൺ ഇസ് എ ഫയൽ നെയിം. അത് ഫയൽ നെയിം മീൻസ് ദ ഫയൽ ടു ബി ഓപ്പൺ. ഏത് ഫയലാണ് ആ വെബ്സൈറ്റിന്, ആ വെബ് സെർവറിനകത്തുള്ള ഏത് ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യണം. സാധാരണ അതിൻ്റെ ഫ്രണ്ട് പേജ്, ഹോം പേജാണ് നമുക്ക് വരുന്നത്. ഇൻ ദിസ് കേസ് index.html എന്നാണ് ഫയൽ നെയിമിൻ്റെ പേര്. ദ ഫയൽ ടു ബി ഓപ്പൺ. ഫയൽ ടു ബി
ഓപ്പൺ. ഇത്രയും കാര്യമാണ് URLനെ കുറിച്ച് പറയാൻ ഉള്ളത്. ഓക്കെ. ഈ 1-2 കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. ഒരു ഡൊമൈൻ നെയിമിനെ സംബന്ധിച്ചോളം പ്രൈമറി ഡൊമൈൻ നെയിം ഉണ്ട്, സബ് ഡൊമൈൻ നെയിം ഉണ്ട്. പ്രൈമറി ഡൊമൈൻ നെയിം, സബ് ഡൊമൈൻ നെയിം. ഫോർ എക്സാമ്പിൾ www.dhsckerala.gov.in. അതിൻ്റെ ഏറ്റവും പ്രൈമറി ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡ് ലാസ്റ്റ് കിടക്കുന്നതായിരിക്കും പ്രൈമറി ഡൊമൈൻ നെയിം. അതായത് .in ആണ് ഇവിടെ പ്രൈമറി ഡൊമൈൻ നെയിം. പ്രൈമറി ഡൊമൈൻ നെയിം. അതിൻ്റെ സബ് ഡൊമൈനാണ്, ഇന്നിൻ്റെ സബ് ഡൊമൈനാണ് .gov. ഗവൺമെൻറ് ആണെന്ന് അറിയിക്കുക. അതിൻ്റെ സബ് ഡൊമൈനാണ് DHSC കേരള. ഇന്നാണ് പ്രൈമറി നെയിം, പ്രൈമറി ഡൊമൈൻ നെയിം. ഇൻ മീൻസ് ഇന്ത്യ. ഓക്കെ. അതിൻ്റെ സബ് ഡൊമൈനാണ് .gov. ഇന്നിൻ്റെ സബ് ഡൊമൈനാണ് .gov. GOVയുടെ സബ് ഡൊമൈനാണ് DHSC DHSC കേരള. അപ്പോൾ ഇന്നാണ് പ്രൈമറി ഡൊമൈൻ, ഇന്നിൻ്റെ സബ് ഡൊമൈൻ .gov, GOVയുടെ സബ് ഡൊമൈൻ .dhsc കേരള. അങ്ങനെ. ഓക്കെ. പ്രൈമറി ഡൊമൈനെ നമ്മൾ രണ്ട് ടൈപ്പുണ്ട്. പ്രൈമറി ഡൊമൈനെ 2 ടൈപ്പാന്ന് പറയും. അതിൽ ഒന്ന് ജനറിക് ഡൊമൈൻ നെയിം, അടുത്ത കൺട്രി സ്പെസിഫിക് ഡൊമൈൻ നെയിം. ഓക്കെ. ഈ ജനറിക് കൺട്രി സ്പെസിഫിക് ഡൊമൈൻ നെയിമാണ് ഇൻ. ആ സെർവർ എവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. .in ഇന്ത്യയിലാണെങ്കിൽ ഇൻ. ഓക്കെ. .au ആണെങ്കിൽ ഓസ്ട്രേലിയ. നിങ്ങൾക്ക് ടേബിൾ പറയുന്നുണ്ട്, അത് പഠിച്ചിട്ട് കയറുന്നതായിരിക്കും നല്ലത്. .ca ആണ് കാനഡ, .ch ചൈന, .jp ജപ്പാൻ. ഇതൊക്കെ കൺട്രി സ്പെസിഫിക് നെയിമാണ്. .us യുണൈറ്റഡ് സ്റ്റേറ്റ്, .uk ആണ് യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ. കൺട്രിയുടെ ഡൊമൈൻ നെയിം, കൺട്രി ഏത് കൺട്രിയാണ്, അതാണ് പ്രൈമറി ഡൊമൈൻ്റെ 2 നമ്മൾ ക്ലാസിഫൈ ചെയ്യും. കൺട്രി സ്പെസിഫിക്കും ജനറിക് ഡൊമൈൻ നെയിം. ജനറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൻ്റെ ടൈപ്പ് എന്താണ്. ഫോർ എക്സാമ്പിൾ കൺട്രി സ്പെസിഫിക് പറയുമ്പോൾ .in, ഇത് കൺട്രി സ്പെസിഫിക് പ്രൈമറി നെയിമാണ്. അടുത്ത .gov കണ്ടോ, സബ് ഡൊമൈനാണ് .gov മീൻസ് അത് എന്ന് പറയുന്നത് ജനറിക് ഡൊമൈൻ നെയിമാണ്. ആ വെബ്സൈറ്റ് എന്താണ്, ഗവൺമെൻറ് വെബ്സൈറ്റ് ആണ്, അതിൻ്റെ ടൈപ്പ് എന്താണ്, ഗവൺമെൻറ് ആണെന്ന് കാണിക്കാനായിട്ടാണ് .gov യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പ്രൈമറി നെയിം എന്ന് പറയുന്നത് 2 രീതി വരാം. കൺട്രി സ്പെസിഫിക്കും ആവാം, ജനറിക്കും ആവാം. ഓക്കെ. കൺട്രി സ്പെസിഫിക് മീൻസ് ഏത് കൺട്രിയാണ്, അതിനാണ് ഞാൻ പറഞ്ഞത്. .jp ജപ്പാൻ, .au ഓസ്ട്രേലിയ, .ca കാനഡ, .ch ചൈന, .us യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, .uk യുണൈറ്റഡ് കിങ്ഡം, .in ഇന്ത്യ. ഓക്കെ. ഇതൊക്കെയാണ് കൺട്രി സ്പെസിഫിക്. ജനറിക് സ്പെസിഫിക് മീൻസ് വാട്ട് ടൈപ്പ് ഓഫ്, ആരാണ് ഓൺ ചെയ്യുന്നത്, ആ വെബ്സൈറ്റ് എന്ത് ടൈപ്പാണെങ്കിൽ ഓൺ ചെയ്യുന്ന ആരാണ്, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പർപ്പസ് എന്താണ്, അത് ഇത് ചെയ്യുന്നതാണ് ജനറിക് ടൈപ്പ്, ജനറിക് ഡൊമൈൻസ്. അത് പറയാൻ .gov, .com കൊമേർഷ്യൽ വെബ്സൈറ്റ്. നമ്മൾ Amazon.com കൊമേർഷ്യലാണ്, അവിടെ ബിസിനസ്സും
എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന .com. അടുത്ത മിലിറ്ററി ആണ് .mil. മിലിറ്ററി വെബ്സൈറ്റ് ആണെങ്കിൽ .mil എന്ന് കാണും. മിലിറ്ററി ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ടാണ് .org. ഇതൊക്കെയാണ്. എഡ്യൂക്കേഷൻ സൈറ്റാണ് .edu. ഇതൊക്കെയാണ് ജനറിക് ഡൊമൈൻ നെയിംസ്. അത് നിങ്ങൾക്ക് ടേബിൾ തരുന്നുണ്ട്. ആ ടേബിൾ നോക്കിയാൽ മതി, നിങ്ങൾക്കത് ക്ലിയർ ആവും. നിങ്ങൾക്ക് അവസാനം പഠിപ്പിച്ച നെറ്റ്വർക്ക് പ്രോട്ടോകോൾസും ഈ URL ഒന്നും ഫോക്കസ് പോയിന്റ് പറയുന്നില്ല, പക്ഷേ എങ്കിൽ ചിലപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അപ്പോൾ ഈ ജനറിക് ഡൊമൈൻ നെയിമും ഈ കൺട്രി സ്പെസിഫിക് ഡൊമൈൻ നെയിമൊക്കെ എക്സാമിൽ നോക്കിക്കൊണ്ട് വേണം കയറാൻ. 1 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസാണ്.